ക്ലാസ്സിൽ തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കും. അടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ എഴുതി നമ്മൾ പണ്ടാരടങ്ങൾ മാക്സിമം ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഭയങ്കര വിഷമാട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളുടെ കോളേജ് ലൈഫ് അടിപൊളിയാക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. 10 ടിപ്സ്. ഓക്കെ, അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ ഉള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ഹൗ ടു പ്രിപ്പയർ യുവർ സെൽഫ് ആസ് എ ഗുഡ് നഴ്സിംഗ് സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Hello guys, welcome back to my channel. I'm Jayalakshmi and you're here in the rhythm of Jay. Please do like, share and subscribe. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ എടുത്ത കുറച്ച് ടിപ്സാണിത്. എല്ലാവർക്കും ഇത് ഓക്കെ ആവണം എന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും നല്ല ഒരു നഴ്സിംഗ് കോളേജ് ലൈഫ് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ കേട്ടും അറിഞ്ഞും ഒക്കെ കാണുമല്ലോ, ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പീരീഡാണ് നഴ്സിംഗ് കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് അടിപൊളിയാക്കാൻ പറ്റും എന്നാണ് ഈ ഒരു ടിപ്സിലൂടെ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ടിപ്പ് നമ്പർ 1 പോവാം. ദ ഫസ്റ്റ് ടിപ്പ് ഇസ് നോ യുവർസെൽഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയണം. കാരണം നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആണോ, നിങ്ങളൊരു ഡേ പേഴ്സൺ ആണോ, നിങ്ങൾ +2 വരെയൊക്കെ പഠിച്ചു കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ എഴുതി പഠിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്, അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ച് പഠിക്കുമ്പോഴാണോ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവുന്നത്, അതും അല്ലാതുണ്ടെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു തന്ന് പഠിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾക്കറിയാം ഏത് രീതിയിൽ നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്കത് ഓർമ്മ നിൽക്കുക. ഓക്കെ, ലാസ്റ്റ് ദിവസം എക്സാമിൻ്റെ തലേ ദിവസം പഠിച്ചാൽ മതിയോ എനിക്ക് പഠിക്കാനായിട്ട്, അതോ എനിക്ക് കുറേ നാൾ വേണമോ ഈ പോർഷൻസൊക്കെ പഠിച്ച് തീർക്കാനായിട്ട്? അങ്ങനെ ഒരു അറിവും ബോധവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. സോ നോ യുവർ സെൽഫ് ആൻഡ് നിങ്ങൾക്ക് പറ്റുന്ന ഏത് വേ ആണോ, നിങ്ങളുടെ വേസ് ചേഞ്ച് ചെയ്യാതെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പ്രൂവ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് ഏത് രീതിയാണോ ആ രീതി എടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. സോ ദ ഫസ്റ്റ് ടിപ്പ് ഇസ് ഓൾവേസ് നോ യുവർ സെൽഫ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ടിപ്പ് നമ്പർ 2. ടിപ്പ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ പഞ്ച്വാലിറ്റി. നിങ്ങൾ കറക്റ്റായിട്ട് കോളേജിൽ എത്തണം. അതൊക്കെ കോളേജുകാർ തന്നെ നോക്കിക്കോളും. നിങ്ങൾ കറക്റ്റായിട്ട് കോളേജിൽ എത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കോളേജിൽ എത്തുന്ന കാര്യവും നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ക്ലാസ്സിൽ കയറുന്ന കാര്യം അതൊക്കെ നിങ്ങളുടെ കോളേജുകാരും ടീച്ചേഴ്സും തന്നെ നോക്കിക്കോളും. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട. അപ്പോൾ ഈ ഒരു പഞ്ച്വാലിറ്റി എന്നുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ഡേറ്റ്സിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ്, നിങ്ങളുടെ റിട്ടേൺ ആക്ടിവിറ്റീസ്, റെക്കോർഡ്സ് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ടുള്ള ഡേറ്റ്സിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എന്നുവെച്ചാൽ ഇന്നാണ് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഇന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് പോർഷനോ പറ്റുന്ന രീതിയിൽ തട്ടിക്കൂട്ടിയെങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ എഴുതി അത് സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു കറക്ഷൻ കിട്ടുമ്പോൾ അതിന് നമുക്ക് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഡേറ്റ് കിട്ടും. പക്ഷേ അത് പെട്ടെന്ന് ചോദിക്കുന്നത് ഇന്ന് നിങ്ങളെല്ലാവരും സബ്മിറ്റ് ചെയ്തു എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു ഓവർ ബേർഡൻ നിങ്ങൾക്കുണ്ടാവും. ഇൻ എ നഴ്സിംഗ് കോളേജ് ഉറപ്പായിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. പഞ്ച്വലായിട്ട് നിങ്ങൾ ആ ഒരു അസൈൻമെൻറ്റ്സും വർക്കും സബ്മിറ്റ് ചെയ്യാൻ നോക്കിയാൽ വളരെ നന്നായിട്ട് സ്മൂത്തായിട്ട് നിങ്ങളുടെ ഡേയ്സ് പോകും. അടുത്തത് ലെറ്റ് മീ മൂവ് ഓൺ ടു ടിപ്പ് നമ്പർ 3. തേർഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ല ഒരുങ്ങി അടിപൊളിയായിട്ട് പോവുക. ഒരു പ്രോപ്പർ അപ്പിയറൻസ് ആണ് നമ്മുടെ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്. നമ്മൾ റെഡി ആയിട്ട് ഒരുങ്ങിയിരിക്കുക. അപ്പോൾ നമ്മുടെ അപ്പിയറൻസിനോട് നമ്മൾ നന്നായിട്ടിരിക്കുന്നു, നമ്മൾ നന്നായിട്ട് ഒരുങ്ങി, അല്ലെങ്കിൽ ഒരുങ്ങുക എന്ന് പറയുന്നത് ഒരുപാട് മേക്കപ്പും ഇതൊക്കെ ജ്വല്ലറി ഒന്നും ഇട്ടിട്ട് ആ ഒരു ഒരുക്കമല്ല കേട്ടോ. നന്നായിട്ട് ഹെയർ ടൈ ചെയ്യുക, നല്ല അയൺ ചെയ്ത ഡ്രസ്സ്, അങ്ങനെയൊക്കെ നല്ല ഒരു അപ്പിയറൻസ് നല്ലതായിട്ട് ഗ്രൂം ചെയ്ത് നമ്മൾ കോളേജിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ആ ഡേ തന്നെ നമ്മൾ നല്ല അറ്റൻറ്റീവായിട്ട് ഇരിക്കും. കാരണം നിങ്ങൾ തന്നെ നന്നായിട്ട് പോകുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ നന്നാക്കാനായിട്ട് നോക്കും. അതുകൊണ്ട് നന്നായിട്ട് അപ്പിയറൻസ്, നന്നായിട്ട് ഹെയർ ടൈ ചെയ്ത്, നന്നായിട്ട് യൂണിഫോം ഇട്ട്, നല്ല രീതിയിൽ നിങ്ങളുടെ ഹൈജീനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കും. ക്ലാസ്സിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കും. ഒന്ന് അഭിനയിച്ചായാലും ഒന്ന് ശ്രദ്ധിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും. അതൊരു എന്താ പറയുക, അതൊരു സൈക്കോളജിയാണ്. നമ്മുടെ അപ്പിയറൻസ് നമ്മുടെ ആ ഒരു ആക്ടിവിറ്റിയെ മൊത്തത്തിൽ ബാധിക്കും. സോ നല്ല ഒരു അപ്പിയറൻസിൽ പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് നോക്കുക. നെക്സ്റ്റ് ലെറ്റ് മീ മൂവ് ഓൺ ടു ടിപ്പ് നമ്പർ 4. ഫോർത്ത് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് നോട്ട് ബുക്സ് എന്നുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്സ്
ഇപ്പം നഴ്സിംഗിൽ തന്നെ പല തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസമല്ല ഏതാണ് എനിക്ക് പറ്റിയ നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് എന്ന് തപ്പിപ്പിടിക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പല രീതിയിൽ പഠിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ച് പഠിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ നോട്ട് ബുക്സ് ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് എഴുതിയെടുത്തിട്ട് ആ നോട്ട്സ് പഠിക്കുന്ന കുട്ടികളായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓൺ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് പോയി അങ്ങനെയൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഏത് രീതിയിലാവട്ടെ ആ ഒരു മെറ്റീരിയൽ, അത് ടെക്സ്റ്റ് ബുക്ക് ആയാലും നോട്ട് ബുക്ക് ആയാലും, ആ മെറ്റീരിയൽ നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്യുക. ഈ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ റെഫർ ചെയ്യാനായിട്ട് പോകുന്നതെന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രീ പ്ലാനിങ് നിങ്ങൾ ചെയ്തേക്കുക. പിന്നെ നോട്ട് ബുക്സ് ഒക്കെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. നോട്ട് ബുക്സ് നിങ്ങളിൽ നിന്ന് കളഞ്ഞു പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു നോട്ട് ബുക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ നോട്ട് ബുക്കൊക്കെ മിസ്സായി പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം കേട്ടോ. അതുകൊണ്ട് നോട്ട് ബുക്സ് ഒന്നും മിസ്സാവാണ്ട് നിങ്ങളുടെ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് നമ്പർ 5. അപ്പോൾ ടിപ്പ് നമ്പർ 5 എന്താണെന്ന് വെച്ചാൽ ഇൻവോൾവ് ആൻഡ് പാർട്ടിസിപ്പേറ്റ്. ഇപ്പോൾ എനിക്ക് തന്നെ രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു 1 മണി വരെ ആയിരുന്നു ക്ലിനിക്കൽ ഡ്യൂട്ടി. അപ്പോൾ ക്ലിനിക്കൽ ഡ്യൂട്ടിയുടെ ഈ ഒരു സമയത്ത് ചില സമയത്ത് നിൽക്കുന്ന ഏരിയയൊന്നും അത്ര ഇഷ്ടപ്പെടാത്തിട്ട് സമയം പോകുന്നേ ഇല്ലായിരുന്നു. 10 മണി നോക്കും, 11 മണി, 12 മണിയാവും, 1 മണിയാവും, ഇങ്ങനെ സമയം നോക്കി നോക്കി പോകും. അപ്പം നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന നേഴ്സസിൻ്റെ കൂടെ പോയി അവർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് കണ്ട് പഠിക്കുക, പിന്നെ പേഷ്യൻസിനോട് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആ ഒരു ഡ്യൂട്ടിയിലോട്ട് ഇൻവോൾവ് ആകുമ്പോൾ സമയം പോകുന്നതേ നമ്മളറിയില്ല. അപ്പോൾ അതുപോലെ എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യുക. അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ. ചില കുട്ടികളുടെ ഒരു സ്വഭാവമാണ് അത്രയും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സ്റ്റഡി അവേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ദിവസം കോളേജിൽ വേറെ വല്ല ആക്ടിവിറ്റീസും ആണെന്ന് പറയുമ്പോൾ ആ ദിവസം അങ്ങ് ലീവ് എടുക്കും. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ആക്ടിവിറ്റി ചെയ്യാൻ അല്ലെങ്കിൽ കോളേജ് ഡേ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരവും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. മാക്സിമം ഡേയ്സിൽ എക്സ്ട്രാ ഡേയ്സ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആ ഡേയ്സ് മാക്സിമം ഫ്രണ്ട്സുമായിട്ടും കോളേജുമായിട്ടും നന്നായിട്ട് ഇൻവോൾവ് ചെയ്യാനും ആ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ശ്രമിച്ചാൽ കോളേജ് ഡേയ്സ് അത്രയും ബോറാവാണ്ട് നന്നായിട്ട് പോകും. അടുത്ത നമുക്ക് ടിപ്പ് നമ്പർ 6 പോകാം. അപ്പോൾ ടിപ്പ് നമ്പർ 6 എന്താന്ന് വെച്ചാൽ മേക്ക് ഗുഡ് ഫ്രണ്ട് സർക്കിൾ. നല്ല ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഒരിക്കലും ഒരു പ്രത്യേകതരം ഫ്രണ്ട് സർക്കിളുമായിട്ട് അങ്ങ് റിസർവ് ആയി പോകാനും പാടില്ല. നല്ല ഒരു ഫ്രണ്ട് സർക്കിൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. നല്ലൊരു ഫ്രണ്ട് സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് നല്ല ഒരു ഹെൽത്തി ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ നമുക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ അതിലൊന്ന് റിസർവ് ആയി പോവാണ്ട് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുമായിട്ട് ഇൻവോൾവ് ആയി നിൽക്കാനും നിങ്ങൾക്ക് പറ്റണം. നമ്മുടെ ആ ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാണ്ട് വരും, ആരെങ്കിലുമൊക്കെ നമ്മൾ ആയിട്ട് വഴക്ക് കൂടും. അതൊക്കെ സ്വാഭാവികമാണ്. ഇൻ ആർ ലൈഫ്, കോളേജ് ലൈഫിൽ സ്വാഭാവികമാണ്. ഒരു വഴക്ക് കൂടൽ എന്തായാലും ഉണ്ടാവും. പക്ഷേ നമ്മൾ ആ കോളേജിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ എല്ലാ കുട്ടികളുമായിട്ടും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ടിപ്പ് നമ്പർ 7 ഇസ് മൾട്ടി ടാസ്കിങ്. മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യം അതിന് പല രീതിയിൽ പറയും. പല പേരും പറയും മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഒരേ കാര്യം പല കാര്യത്തിൽ ചെയ്യുന്നത്, അങ്ങനെ പല 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 ഇതൊക്കെയുണ്ട്. അപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്ന മൾട്ടി ടാസ്കിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതാൻ കാണും. കേസ് സ്റ്റഡി കാണും, കെയർ പ്ലാൻസ് കാണും, അസൈൻമെൻറ്റ്സ് കാണും, ഇങ്ങനെ നോട്ട്സ് കാണും. ഇങ്ങനെ എഴുതി നമ്മൾ പണ്ടാരടങ്ങും. അങ്ങനെ വല്ലാണ്ട് ഒരുപാടുള്ള ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നഴ്സിംഗ് ടൈമിൽ നമ്മൾ ഒത്തിരി എഴുതി ബോറടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ, നമ്മൾ സൈഡിൽ ഫോണിൽ വല്ല സിനിമ എങ്ങാനും കണ്ടിട്ട് ഇരുന്ന് എഴുതുക, അല്ലെങ്കിൽ ഒരു സീരീസ് എങ്ങാനും കണ്ടിട്ട് നമ്മൾ ഇരുന്ന് എഴുതും, അല്ലെങ്കിൽ വേറെ വല്ല പരിപാടികളും കേട്ടോണ്ടിരുന്ന് എഴുതും. ആ സമയം പറ്റുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ 10 മിനിറ്റിൽ തീർക്കാനുള്ള ഒരു എഴുത്ത് വർക്ക് നമ്മളൊരു 1/2 മണിക്കൂർ എടുക്കും.
ബ്ലണ്ടേഴ്സ് എഴുതിയാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. കാരണം നിങ്ങളുടെ ശ്രദ്ധ വേറൊന്നിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയല്ല, നിങ്ങളുടെ ശ്രദ്ധ വേറൊന്നിലും കൂടെ പോകുന്നത് കൊണ്ട് നിങ്ങൾ ഈവൻ ബ്ലണ്ടേഴ്സ് വരെ എഴുതി വെക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിൽ എക്സ്പേർട്ട് അല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പോകരുത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കണം, ഒരു സൺഡേ ഫ്രീ ആയിട്ടിരിക്കുക. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുത്തും നടക്കട്ടെ, അങ്ങനെയുള്ളൊരു സമയമാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ. അല്ലാണ്ട് നമ്മൾ അത്രയും ശ്രദ്ധ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ പ്ലീസ് ഡോണ്ട് ഡു ദിസ് മൾട്ടി ടാസ്കിങ്. ഓക്കെ, അടുത്ത് നമുക്ക് ടിപ്പ് നമ്പർ 8 പോവാം. അവോയ്ഡ് സ്ലീപ്ലെസ് നൈറ്റ്സ്. ഓക്കെ, ശരിക്കും ശരിയാണ് പറയുന്നത്. നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു നഴ്സിങ്ങിന് പഠിക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. ഓക്കെ, ശരിക്കും നിങ്ങളുടെ സ്ലീപ്ലെസ് നൈറ്റ്സ് വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഉറങ്ങാണ്ടിരുന്ന് വർക്കും ജോലിയും ഒക്കെ നിങ്ങൾ ചെയ്യും. പക്ഷേ പറ്റുന്നിടത്തോളം അത്ര അർജൻറ്റ് അല്ല, ആവശ്യമല്ലാതെ നിങ്ങൾ ഒരിക്കലും ഉറക്കം എണീറ്റിരിക്കരുത്. എക്സാമിൻ്റെ തലേ ദിവസമൊന്നും ഒരു കാരണവശാലും ഉറക്കം എണീറ്റിരിക്കരുത്. നിങ്ങൾക്ക് പോർഷൻസ് തീർന്നു കാണില്ല, നിങ്ങൾക്ക് പഠിച്ചു തീർന്നു കാണില്ല, എന്തൊക്കെ പ്രശ്നം വന്നാലും എക്സാമിൻ്റെ തലേ ദിവസം ഒരിക്കലും നിങ്ങൾ ഉറക്കം എണീറ്റ് ഇരിക്കരുത്. അതേപോലെ നിങ്ങൾ ഉറക്കം എണീറ്റിരുന്ന് ശീലമുള്ള ആളല്ല എന്നുണ്ടെങ്കിൽ ഉറക്കം എണീറ്റിരിക്കരുത്. ശരിക്കും നിങ്ങളുടെ ആ ഒരു ഡേ ടൈം ധാരാളമാണ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനൊക്കെ. പ്രോപ്പറായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേ ടൈം തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട്. നൈറ്റിൽ നിങ്ങൾ ശീലമില്ല എന്നുണ്ടെങ്കിൽ എണീറ്റിരിക്കരുത്. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നൈറ്റ് ഇങ്ങനെ ഉറക്കം എണീച്ചിരുന്ന് പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയുടെ എക്സാം പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് അവർ IV ഇട്ട് കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. എൻ്റെ ക്ലാസ്സിൽ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് രാത്രി എണീറ്റിരുന്ന് പഠിക്കണം. അവിടെ രാത്രി മൊത്തം അവളിരുന്ന് പഠിച്ച് നെക്സ്റ്റ് ഡേ വന്ന് സൂപ്പറായിട്ട് വന്ന് എക്സാം എഴുതും. അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. അപ്പോൾ ആ കുട്ടി സ്ഥിരമായിട്ട്, എൻ്റെ ആ ഒരു ഫ്രണ്ട് സ്ഥിരമായിട്ട് അങ്ങനെ നൈറ്റ് എണീറ്റിരുന്ന് പഠിച്ച്, അവൾ സ്കൂൾ ടൈം തൊട്ടേ നൈറ്റ് എണീറ്റിരുന്ന് പഠിക്കുന്ന ആളാണ്. രാവിലെ ഉറക്കവും രാത്രി പഠിത്തവുമാണ്. അങ്ങനെയുള്ള ആളായതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പഠിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നൈറ്റ് ഇറ്റ്സ് ഫൈൻ. രാത്രി ഉറക്കം എണീറ്റ് ഇരിക്കേണ്ട ആവശ്യം അത്രത്തോളം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. നിങ്ങളതിൽ ശീലമില്ലെങ്കിൽ ചെയ്യാൻ പോകരുത്. ദയവ് ചെയ്ത് നിങ്ങളത് ചെയ്യാൻ പോകരുത്. നിങ്ങളുടെ ഹെൽത്ത് അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. സോ അവോയ്ഡ് സ്ലീപ്ലെസ് നൈറ്റ്സ്. അതാണ് ടിപ്പ് നമ്പർ 8. അടുത്തത് ടിപ്പ് നമ്പർ 9. മെയിൻറ്റെയിൻ എ ലെഷർ ടൈം ആൻഡ് അവോയ്ഡ് അൺനെസസറി നാപ്സ്. ഓക്കെ, ലെഷർ ടൈം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഒരു ദിവസം ചെയ്യുക. നിങ്ങൾക്ക് എന്ന് പറയുന്ന എക്സാമിൻ്റെ തലേ ദിവസവും അല്ലാണ്ട് എന്തെങ്കിലും അസൈൻമെൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള ദിവസം ഇന്ന് ലെഷർ ടൈം ചെയ്യണമെന്നല്ല കേട്ടോ. ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസം മൊത്തം നിങ്ങൾ ഉറങ്ങിക്കളയരുത് ഒരിക്കലും. എന്ന് വെച്ചാൽ ഒരു സൺഡേ നിങ്ങൾക്ക് കിട്ടുവാണ്, വലിയ വർക്കൊന്നും ഇല്ലാത്തൊരു സൺഡേ നിങ്ങൾക്ക് കിട്ടി. ആ ഒരു സൺഡേ മുഴുവൻ നിങ്ങൾ ഉറങ്ങിക്കളയരുത്. കുറച്ച് നേരം ഉറങ്ങുക. ടയേർഡായ ഓഫ്കോഴ്സ് നിങ്ങൾ ഉറങ്ങണം. ഭയങ്കരമായിട്ട് ക്ഷീണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. ആ ഒരു ഉറക്കത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ലേസി ആയിട്ട് അങ്ങനെ കിടക്കരുത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക. ഒരു ലെഷർ ടൈം നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് പാട്ട് പാടുന്ന ഇഷ്ടമാണെങ്കിൽ പാട്ട് പാടുക. ഡാൻസ് കളിക്കുന്ന ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിനെ കൂടെ കൂട്ടുപിടിച്ച് നിങ്ങൾ ഡാൻസ് കളിക്കുക. കുറച്ച് നേരം നിങ്ങൾക്ക് അതുമല്ല പടം വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ ഓക്കെ, പടം വരയ്ക്കുക. നിങ്ങൾക്ക് ക്രാഫ്റ്റോ വല്ല ക്രാഫ്റ്റ് വർക്ക്സോ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ റീൽസ് ചെയ്യുന്ന ടിക്ടോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്, ഡൂ സം റീൽസോ ടിക്ടോക്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ കുറച്ച് ടൈം മാറ്റി വയ്ക്കുക. അല്ലാണ്ട് ഫുൾ ടൈം ഉറങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വരുന്ന ദിവസം നിങ്ങൾക്ക് ഇതേ സമയമാകുമ്പോൾ ഉറക്കം വരും. നിങ്ങളുടെ കിട്ടുന്ന കുറച്ച് ഫ്രീ ആയിട്ടുള്ള ടൈം ഉറങ്ങാനും അതേപോലെ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എൻഗേജ്ഡ് ആയിരിക്കും. ആ ഒരു കോളേജ് ലൈഫ് നല്ല എൻഗേജ്ഡ് ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇനി ടിപ്പ് നമ്പർ 10. ക്രിയേറ്റ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് എന്ന് പറയുന്ന പല ടൈപ്പ് ടീച്ചേഴ്സ് കാണും കേട്ടോ.
ചില ടീച്ചേഴ്സ് ഭയങ്കര സ്നേഹമായിരിക്കും, നമുക്ക് എന്ത് വേണോ ഫ്രണ്ട്സിനെ പോലെ പറയാൻ പറ്റുന്ന ടീച്ചേഴ്സുണ്ട്. ചില ടീച്ചേഴ്സ് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ്, പക്ഷേ അതേസമയം നമ്മളോട് ഫ്രണ്ട്ലിയും ആവും. അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. ചില ടീച്ചേഴ്സ് എൻ്റെ പൊന്നോ അടുക്കാൻ പറ്റത്തില്ല. അടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് മുമ്പ് പോവാൻ തന്നെ പേടിയായിട്ടുള്ള ടീച്ചേഴ്സുണ്ട്. ഇനി ചില ടീച്ചേഴ്സുണ്ട് നമ്മളെ കണ്ടാലേ അവർ നന്നായിട്ട് സ്ക്രാച്ച് വിടും. അങ്ങനെയുള്ള കുറച്ച് ടീച്ചേഴ്സുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ടീച്ചേഴ്സ് ഇങ്ങനെ ഇത് കണ്ട തീർന്നു. അങ്ങനെ പല ടൈപ്പ് ടീച്ചേഴ്സിന് നിങ്ങൾ ഈ ഒരു നഴ്സിംഗ് കോളേജിൽ കാണും. ഏതെങ്കിലും ഒരു ടീച്ചേഴ്സോ 2 ടീച്ചേഴ്സോ അങ്ങനെ ഏതെങ്കിലും 2-3 ടീച്ചേഴ്സിനോടെങ്കിലും നന്നായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ ചോദിക്കാൻ, നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട്, നിങ്ങളെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോളേജ് ലൈഫിലോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്കൊരു ടീച്ചറിൻ്റെ ഗൈഡൻസ് അത്യാവശ്യമാണ്. ടീച്ചേഴ്സിനോട് എല്ലാം തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ കുറച്ച് ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും സെലക്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 2-3 ടീച്ചേഴ്സിനെങ്കിലും നിങ്ങൾ വച്ചേക്കുക. നിങ്ങൾക്കൊരു പെട്ടെന്നൊരു പ്രശ്നം വന്നാലായാലും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിനെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗൈഡൻസിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഒരു 10 ടിപ്സ് ടു ബി എ ഗുഡ് നഴ്സിംഗ് സ്റ്റുഡൻറ്റ്. അതിന് വേണ്ടിയിട്ടുള്ള 10 ടിപ്സാണ് നിങ്ങളുടെ നഴ്സിംഗ് കോളേജ് ലൈഫ് ഇത്തിരി അടിപൊളിയാക്കാൻ പറ്റുന്ന 2-3 ടിപ്സ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ നിരാശരാവില്ല കേട്ടോ. ഈ ടിപ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാവില്ല. ഈ ടിപ്സൊക്കെ പ്രയോഗിച്ച് പ്രൂവൺ ആയിട്ടുള്ള, ഞാൻ പ്രൂവ് ചെയ്ത ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു കണ്ടൻറ്റിനെ കുറിച്ച് പറയണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയുക. നിങ്ങൾക്ക് ഇതാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.